ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്ക് ഇന്ന് പാഷൻ ഫ്രൂട്ട് വെച്ച് നല്ല അടിപൊളി ഒരു ഐസ്ക്രീം തയ്യാറാക്കാം. അതിനുവേണ്ടി ഞാനൊരു 3 വലിയ പാഷൻ ഫ്രൂട്ടിൻ്റെ പൾപ്പ് എടുത്ത് മിക്സിയിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്ത് അതിൻ്റെ അരിയൊക്കെ കളഞ്ഞ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മളൊരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുക്കുന്നുണ്ട്, 2 ഗ്ലാസ് പാലും എടുക്കുന്നുണ്ട്, 10 ടേബിൾ സ്പൂൺ പഞ്ചസാരയുമുണ്ട്. ഈ പാലിൽ നിന്ന് അല്പം പാലെടുത്ത് നമ്മൾ കോൺഫ്ലവർ മിക്സ് ചെയ്തെടുക്കണം. ബാക്കി പാൽ നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ ഈ കലക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ കൂടി ചേർത്ത് ഇത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കണം. ഇങ്ങനെ ഒരു ക്രീമി ടെക്സ്ചറിൽ വരും, ഒരു മഞ്ഞ കളറിൽ വരും. അപ്പം നമ്മുടെ കോൺഫ്ലവറൊക്കെ വെന്ത് ഒന്ന് റെഡിയായി വരുന്ന ആ സമയം ഇത് നിർത്തിയിട്ട് നമുക്കിത് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കണം. എന്നിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന ഈ കൂട്ടും നമ്മൾ അടിച്ച് വെച്ചിരിക്കുന്ന പാഷൻ ഫ്രൂട്ടിൻ്റെ മിക്സും പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണം. നമ്മളൊരു അല്പം ഏലക്ക ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നേ ഒരു ഫ്ലേവറിന് വേണ്ടി. അടിച്ചെടുത്ത് ഇതൊരു 2 മണിക്കൂർ നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. വീണ്ടും 2 മണിക്കൂറിന് ശേഷം എടുത്ത് നമ്മൾ ഒന്നുകൂടി ഇത് മിക്സിയിൽ അടിച്ച്, അപ്പം വേണമെങ്കിൽ പഞ്ചസാരയുടെ അളവൊക്കെ നോക്കിയിട്ട് മധുരം കുറവാണെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതേ പാത്രത്തിലേക്ക് വെച്ച് ഒരു ഫോയിൽ പേപ്പർ വെച്ച് മൂടി അടപ്പ് വെച്ച് അടച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് ഒരു 10 മണിക്കൂർ 8 മണിക്കൂർ 10 മണിക്കൂർ ആവശ്യമാണ്. നമ്മുടെ ഐസ്ക്രീം നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. കണ്ടോ, ഇതേപോലെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കുട്ടികൾക്കൊക്കെ കൊടുക്കാം, വിശ്വസിച്ച് കൊടുക്കാം. മറ്റ് ഒരു ഫ്ലേവറോ വേറെ ഒന്നും ചേർക്കാതെ തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. ഇനിയൊരു പുതിയ വീഡിയോയുമായി കാണും വരെയും ബൈ ബൈ.